ഈ വിജയ ആഘോഷത്തിനിടയിൽ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളുമുണ്ട്. നമ്മൾ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് ചെറുവത്തൂരിലാണ് തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിനിടയിൽ സംഘർഷമുണ്ടായത്. മുസ്ലിം ലീഗ് CPIM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. സരീഷ് പി വിവരങ്ങളുമായിട്ടുണ്ട്. സരീഷ്, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ചെറുവത്തൂരിലെ 2 വാർഡുകളിൽ, സമീപ വാർഡുകളിൽ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ CPIയും പ്രവർത്തകർ വിജയിച്ചിരുന്നു. അവിടെയുള്ള സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതിൻ്റെ ഭാഗമായി ഈ ഒരേ നഗരത്തിൽ തന്നെ ഒരേ റോഡിൻ്റെ 2 ഭാഗങ്ങളിലായി ഇവർ രണ്ടുപേരും ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. അതിനിടയിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ CPIM പ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞു എന്നൊരു ആരോപണമാണ് ഇപ്പോഴുള്ളത്. അതിനെ തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടാവുന്നത്. പിന്നീട് അതൊരു വലിയ സംഘർഷമായി മാറുകയും ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ കൂടി ചെറിയ തോതിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഈ LDF വിജയാഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി ചില മേഖലകളിൽ കയ്യാങ്കളിയും അതോടൊപ്പം തന്നെ വാക്കേറ്റവും ഉൾപ്പെടെയുള്ളവ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കോടം വേളൂർ പഞ്ചായത്തിലും സമാനമായ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വേളൂർ പഞ്ചായത്തിലും ഈ ആഹ്ലാദ പ്രകടനത്തിനിടെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും പരസ്പരം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ജില്ലാ കളക്ടർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് പകൽ സമയങ്ങളിൽ മാത്രമേ ഈ ശക്തി പ്രകടനങ്ങളോ അല്ലെങ്കിൽ വിജയാഹ്ലാദമോ പാടുള്ളൂ. രാത്രിയിൽ ഇത്തരം പ്രകടനങ്ങൾ പാടില്ല. അതോടൊപ്പം തന്നെ 5 മണിക്ക് ശേഷം ഒരു കാരണവശാലും ഈ ആഘോഷ പരിപാടികൾ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് മുൻപ് നിർത്തണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. എന്തായാലും വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അക്രമ സംഭവങ്ങളും അതോടൊപ്പം തന്നെ കയ്യാങ്കളി ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെറുവത്തൂരിലെ സംഭവത്തിൽ ഇപ്പോൾ 4 പേർക്ക്, അതായത് 4 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും 3 CPIM പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി. സരീഷ് പിക്കാണ് വിവരങ്ങൾ നൽകിയത്.